ഉപ്പാപ്പ, ഉപ്പാപ്പമാർ, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഈ സാദാത്തുക്കളുടെ എല്ലാവരുടെയും ദുആഇൻ്റെ, അതുപോലെ അവരുടെ പൊരുത്തത്തിൻ്റെയും ഒരു കാരണമാണ് എന്ന് നാം വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇന്നിവിടെ ഒരുപാട് പണ്ഡിതന്മാരെ വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം 33 സാദാത്തുക്കൾ ഇവിടെ വേദിയിൽ വേണം. 5ാം വാർഷികവും ഈ സനദ് ദാനമൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടുന്ന് സനദ് കൊടുക്കുന്നത്. അതിന് സാക്ഷികളാകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ പാരമ്പര്യയിൽപ്പെട്ട തങ്ങന്മാരാകണം എന്ന് നേരത്തെ സാദാ തങ്ങളും മറ്റുള്ള തങ്ങന്മാരൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് ഫോളോ ചെയ്യേണ്ടി വരും തങ്ങന്മാരെ കൊണ്ടുവരണമെങ്കിൽ. അപ്പം അൽഹംദുലില്ലാഹ്, തങ്ങൾ തന്നെ നേരിട്ട് ഒന്നിലധികം പ്രാവശ്യം ബന്ധപ്പെട്ടുകൊണ്ട്, എളിയവനായ എന്നെ തന്നെ ഒരു 3-4 പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരെ ഈ വലിയ വലിയ ആളുകളെല്ലാം എത്ര ഫോളോ ചെയ്തിട്ടുണ്ടാവും. തങ്ങൾ തന്നെ മുമ്പന്തിയിൽ നിന്നുകൊണ്ട് സാദാത്തുക്കളെയും പണ്ഡിതന്മാരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അൽഹംദുലില്ലാഹ്, തങ്ങളുടെ പരിശ്രമത്തിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ദുആ ഫലം കൊണ്ട് ഈ ലെവലിലെത്തി. ഇനിയൊരുപാട് മുന്നോട്ട് പോകേണ്ടത് വരും. ഞാനിവിടെ ചോദിച്ചപ്പോൾ സ്ഥലം വളരെ കുറവാണ്, എന്നാലും സ്വന്തം ഒരു സ്ഥലത്തേക്ക് മാറി വലിയ ഒരു കെട്ടിടമുണ്ടാക്കി. ഇനി വിശാലമായ സ്ഥലം ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപാട് സ്ഥാപനം നടത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു ടാസ്ക്കാണ്. സ്ഥാപനം തുടങ്ങി നടത്തുന്നവർക്ക് സ്ഥാപനത്തിൻ്റെ പ്രയാസങ്ങൾ അറിയുള്ളൂ. തങ്ങളിതിനു വേണ്ടി എത്ര പ്രയാസം നമുക്കറിയില്ല. നമ്മളിവിടെ പരിപാടിക്ക് വിളിച്ചാൽ വരുന്നുണ്ട്, തങ്ങളുടെ ക്ഷണം സ്വീകരിക്കുന്നു, മടങ്ങുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ടാസ്കുകൾ, വർക്കുകൾ, അധ്വാനങ്ങൾ, ടെൻഷനുകൾ, വിഷമങ്ങൾ എത്രയൊക്കെ ഉണ്ട് എന്ന് തങ്ങൾക്കറിയാം. ഓരോ സ്ഥാപനം നടത്തുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ക്യാമ്പസ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ 5ാം വാർഷികം എന്നാണ് സൂചിപ്പിച്ചത്. 10ാം വാർഷികം വരുമ്പോൾ വിശാലമായ ഒരു 5-10 ഏക്കർ ഭൂമിയുള്ള ഒരുപാട് കെട്ടിടങ്ങളുള്ള ഒരു ക്യാമ്പസായി മാറണം. ഒരുപാട് ആലിമീങ്ങളെ ഇതുപോലെ സനദ് കൊടുത്ത് വാർത്തെടുക്കുന്ന ആ വലിയ ഒരു സമുച്ചയമായി ഇത് മാറണം. അതിനുവേണ്ടി സാദാത്തുക്കൾ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് സനദ് വാങ്ങുന്ന ഞാൻ നേരത്തെ അവരോട് ഒരു 45 മിനിറ്റ് സംസാരിച്ചിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു, നന്ദി എന്ന് പറയുന്ന ഒരു പ്രധാനമാണ്. പഠിച്ച സ്ഥാപനം, അറ്റ്ലീസ്റ്റ് സനദ് കിട്ടുന്ന ആ സ്ഥാപനം, അതിനോടൊരു കടപ്പാടുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ വേണം, ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. മറ്റുള്ള മുതഅല്ലിമീങ്ങളോടും പ്രത്യേകിച്ച് ഈ നാട്ടുകാരോട്, ഇവിടെ ഒരുമിച്ച് കൂടിയവർ, നിങ്ങൾ ഭാഗ്യവന്മാരാണ്. ഇത്രയും വലിയ സുന്ദരമായ കെട്ടിടം, ഇവിടെ സ്ഥാപനം, അതുപോലെ ഇവിടെയുള്ള വലിയ മഹത്തുക്കളായ തങ്ങന്മാർ, ആലിമീങ്ങൾ, ഇതുപോലെയുള്ള പണ്ഡിതന്മാർ, ഇവരെയൊക്കെ ഇവിടെ ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്നത്, ആ നിങ്ങളുടെ നാട്ടിൽ ഇവരൊക്കെ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യവന്മാരാണ് നിങ്ങൾ ഇതിനെ വളരെ ഭാഗ്യത്തോട് ഇത് കാണുകയും ഇതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയും തങ്ങളുടെ കൂടെ നിന്ന് ഒരു സപ്പോർട്ടറായി നിങ്ങൾ ഓരോരുത്തരും നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ, അത് അൺകണ്ടീഷനാണ്. ചില ആളുകൾ സ്ഥാപനത്തിന് പ്രവർത്തിക്കുന്നു, ചിലപ്പോൾ തങ്ങൾ ഏതോ ഒരു തിരക്കിൽ വരുമ്പോൾ ഒരു ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ ആ സ്ഥാപനമായുള്ള ബന്ധം അങ്ങ് വിച്ഛേദിച്ച് കളയുക. അങ്ങനെയല്ല, അത് കണ്ടീഷനാണ്. അൺകണ്ടീഷൻ സ്നേഹം, അൺകണ്ടീഷൻ ലവ് എന്ന് പറയും. ഒരു കണ്ടീഷനില്ല. ഒന്ന് തങ്ങളാണ്, രണ്ടാമത് ദീൻ്റെ സ്ഥാപനമാണ്. അവിടെ നമുക്ക് പരിഗണന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു നല്ല കാര്യമാണെന്ന നിലക്ക് തങ്ങളെ കൂടെ നിന്ന് നിങ്ങളെല്ലാവരും സഹകരിക്കണം. ഈ സ്ഥാപനം ഈ പിൽക്കാലത്തൊരു മർക്കസായി, വലിയ ഒരു സംരംഭമായി കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിനും തങ്ങൾക്കും നമുക്കെല്ലാവർക്കും വേണ്ടി ഈ കൂടിയ സദാത്തുക്കളും പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളും എല്ലാം ദുആ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മൻശർ സഖാഫത്തുൽ ഇസ്ലാമിയയുടെ എല്ലാവിധ ആശംസകളും നാം ഈ സ്ഥാപനത്തേക്ക് അറിയിച്ചുകൊണ്ട് ക്ഷണിച്ചതിൽ ഏറെ സന്തോഷം അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. अभी हमारे रूबरू इसी ज़िले के होते हुए भी मंगलोर के कावलकट्टे में दीनी कामों करते हुए अलकादिसा इदारे के फाउंडर कावलकट्टे हज़रत चंद अल्फाज के लिए दरख्वास्त करते हैं।
السلام عليكم ورحمة الله وبركاته. نحمدك يا الله ونصلي ونسلم عليك يا رسول الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان.